ലൈവിലെ ഇപ്പോ അനീഷിനെ കാണുന്നേ ഇല്ല. അനീഷ് ഇവിടെ പോയിന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഷനവാസ് ഇല്ലാത്തതിന്റെ ഒരു വിഷമം അനീഷിനുണ്ട്. ഒറ്റയ്ക്ക് എവിടെയോ പോയിരിക്കുകയാണ്. ലൈവിൽ ഒരിടത്ത് പോലും അനീഷിനെ കാണിച്ചിട്ടില്ല. പക്ഷേ അതിന് പകരമായിട്ട് വലിയ ഒരു പരദൂഷണ കമ്മിറ്റി വന്നിട്ടുണ്ട്. ഒരു 4 പേരടങ്ങുന്ന ടീമും ഒരു 3 പേരടങ്ങുന്ന ടീമുമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ലൈവ് വിശേഷങ്ങളിലേക്ക് വരാം. അതിനു മുന്നേ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പം അക്ബർ, ആര്യൻ, നെവിൻ, സാബുമാൻ ഇവര് 4 പേരും കൂടി ഇരുന്ന് ഭയങ്കരമായിട്ട് കുറ്റം പറയുകയാണ്. കുറ്റം പറയാൻ അവർക്ക് ഒരേ ഒരു ടോപ്പിക്കേ ഉള്ളൂ, അനുമോൾ. ഇനി അടുത്തത് ഈ പറയുന്ന അക്ബറിനെ കുറിച്ചും നെവിനെ കുറിച്ചും ആര്യനെ കുറിച്ചും പിന്നെ അതുപോലെ ലാലേട്ടന്റെ എപ്പിസോഡ് എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചും പിന്നെ കുറച്ച് പുറത്തെ കാര്യങ്ങൾ, പുറത്ത് അവർ എന്തൊക്കെയായിരിക്കും ചിന്തിക്കാൻ പോകുന്നത്, പ്രേക്ഷകർ എന്തൊക്കെയാണ് ചിന്തിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയൊരു ലിസ്റ്റിനെ കുറിച്ച് നൂറ, ആദില, അനുമോൾ വേറൊരു ചർച്ചയിലേക്ക് നടക്കുകയാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അനുമോളോടുള്ള ഒരു ഒബ്സഷൻ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും. ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു സംഭവത്തെക്കുറിച്ചോ നമുക്ക് ഒബ്സഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ഒബ്സസ്ഡ് ആയിട്ടിരിക്കുക എന്ന് പറയും. അതായത് ആ കാര്യം മാത്രം ചിന്തിച്ച് ആ വ്യക്തിയെക്കുറിച്ച് മാത്രം തലയിൽ ഇങ്ങനെ ആലോചനകൾ വരുന്ന, നെഗറ്റീവായിട്ട് ദേഷ്യമായിരിക്കും, ചിലപ്പോൾ അവർ നമ്മളോട് ചെയ്ത പ്രവർത്തികളായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ച ഓരോ ഓർമ്മകളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കും എന്നുള്ള ഫ്യൂച്ചർ ഇൻറ്റ്യൂഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ കൈരങ്ങാൻ അവരെ കിട്ടിയ അവരെ ഞാൻ ഇതേ കണക്ക് നെഗറ്റീവ്ലി ഒബ്സസ്ഡ് ആയിരിക്കുകയാണ് നെവിൻ അനുമോളെ കുറിച്ച്. അതായത് ആര്യൻ പലതവണയായിട്ട്, ആര്യനും അക്ബറും പറയുന്നുണ്ട് നമുക്ക് ആ ടോപ്പിക്ക് വിടാം, നമുക്ക് അവളെ കുറിച്ച് പറയണ്ട, നമുക്ക് എന്തെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള വല്ല ഫണ്ണായിട്ടുള്ള വല്ല കാര്യങ്ങൾ സംസാരിക്കാം എന്ന് ആര്യൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആര്യൻ ശരിക്കും പറഞ്ഞാൽ ഈ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ആര്യൻ ഈ പറഞ്ഞ നെവിനെക്കാട്ടിയും അക്ബറിനെക്കാട്ടിയും ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആണ്, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. പക്ഷേ നെവിനാണ് ഈ കൂട്ടത്തിലെ വിഷം. അക്ബറിനെ കാട്ടിയും വിഷം. അക്ബറൊന്നും അത്ര വിഷമൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ആ നെവിൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാ സത്യം പേടിച്ചു പോകും കേട്ടാ. അതായത് ഓൾറെഡി ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ് ലൈവിൽ അവർ സംസാരിക്കുന്നുണ്ട്. അതായത് അനു എന്ന് പറഞ്ഞ പേര് പോലും വെറുത്തുപോയി, അങ്ങനെയുള്ള ഒരാളെയും കോണ്ടാക്റ്റിലൊന്നും അടിച്ചു പോലും ഇടത്തില്ല, പേര് പോലും ഞാൻ ഡിലീറ്റ് ചെയ്യും എന്നൊക്കെ നെവിൻ പറയുന്നുണ്ടായിരുന്നു.